നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മളിപ്പോൾ പണിക്കിറങ്ങാൻ വേണ്ടി പോകുന്നുള്ളൂ. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് പോകുന്നത്. വെയിലൊക്കെ താന്നിട്ട് പോകാൻ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ വെയിൽ ഫുള്ളും താന്നിട്ടില്ല, നല്ല വെയിലുണ്ട്. പക്ഷെ ഇപ്പം ഇറങ്ങാം, ഇനി ലേറ്റ് ആയി ശരിയാവില്ല. ഇപ്പം ഇറങ്ങി എനിക്കൊണ്ട് 10 15 നമ്മുടെ ഫോണിൽ ചാർജ് നിൽക്കും തോന്നുന്നു. ആ ഒരു പ്രതീക്ഷയിലെ പോകണം നോക്കാം. അതേ ഗൈസ്, നിഷു വണ്ടി പുറത്തിറക്കണം. നമുക്ക് വണ്ടി കയറി പോവാം. തോട്ടം ഉച്ച സമയത്താണ് പോവാം. ഗേറ്റിലേക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മള് വെള്ളാപ്പാടം വന്നത്. ഇവിടെ അച്ഛന്മാരൊക്കെ ചീട്ട് കളിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കായലാണ് ഗൈസ്. ചീനവലയുണ്ട് ഇവിടെ ഇങ്ങനെ ചീനവലയുണ്ട്. അടിപൊളിയാണ് ഗൈസ്. നല്ലതൊക്കെ ഓളം തള്ളുന്നുണ്ട്. പൊളിയാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടി. എനിക്ക് കടമക്കുടി വന്ന പോലെ ഇവിടെ നിന്ന് ഫീൽ ആയത്. തിരിച്ചു വന്ന വഴി ഇനിയിപ്പോൾ നമുക്ക് മാപ്പിട്ട് കൊണ്ടുവരും. അവരുടെ കാര്യം വഴി മനസ്സിലായില്ല. മാപ്പ് നോക്കി വന്നുകൊണ്ട് വഴി ശ്രദ്ധിക്കാൻ പറ്റിയതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ വഴി നോക്കി പോകാം. ഇല്ല നിഷു? അപ്പൊ ഗൈസ്, ഇതാണ് വല്ലാർപാടം പള്ളി. അടിപൊളിയാണ് കേട്ടോ, കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. രാത്രി ആ കുരിശിൽ ലൈറ്റ് എത്തും. അതാണ് മുകളിൽ കുരിശിൽ ലൈറ്റ് എത്തും. അത് അങ്ങാണ്, അല്ല നീല ലൈറ്റ് എത്തും. എന്തായാലും നമുക്ക് പോവാം. ഞങ്ങള് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു പോവേനും എല്ലാ ഇതും മാറ്റി തന്നെ പ്രാർത്ഥിച്ചിട്ട് പോവാം. ഗൈസ്, ഇത്ര നേരമായിട്ട് നമ്മൾ 253 കൊടുത്തുള്ളൂ. നമുക്ക് ചെറിയ പണി കിട്ടി. ഒരു കസ്റ്റമർ ഫുഡ് ഓർഡർ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് അത് വേറൊരാളൊന്നും വാങ്ങിട്ട് പോയി. ഗൈസ്, നമ്മൾ ശരിക്കും ലൊക്കേഷൻ എത്തിക്കുമ്പോൾ കസ്റ്റമറിന്റെ നമ്പറിൽ വിളിക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ നമ്പർ കിട്ടില്ല. നമ്മൾ കമ്പ്യൂട്ടർ കോൾ വഴി സ്വിഗ്ഗി കണ്ടായിട്ട് സ്വിഗ്ഗിയാണ് കസ്റ്റമറിനെ വിളിച്ചാൽ തരുന്നത്. അങ്ങനെ വിളിച്ചെന്നിൽ ആള് മാറിപ്പോയി, വേറെ ആളൊന്നും വാങ്ങിട്ട് പോയി ഫുഡ്. അവസാനം ഇപ്പൊ പെനാൽറ്റി ഒറിജിനൽ ആൾ വെച്ചാൽ ഫുഡ് ഇല്ലാത്ത അവസ്ഥയായി പോയി. ഫുഡല്ല, പുള്ളി ഓർഡർ ഡ്രിങ്കാണ്. ഒരു മിനിറ്റ് എന്തോ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു. എനിക്കൊന്ന് പൈസ അല്ലെങ്കിൽ മറ്റേ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാമാർട്ട് ഓർഡർ ആയിരുന്നു. അപ്പൊ അത് വേറെ ആൾ വാങ്ങിക്കൊണ്ടുപോയി. അത് മൊത്തം പെട്ട അവസ്ഥയിൽ പോയി. ഇപ്പൊ അങ്ങനെ അത് അങ്ങനെ കൊടുത്തുവിട്ട്. പക്ഷെ വേറൊരാളാണ് ഒന്ന് വാങ്ങിച്ചിട്ട് പോയത് ഗൈസ്. അപ്പൊ ഫോൺ നമ്മൾ കസ്റ്റമർ വിളിച്ചപ്പോൾ കസ്റ്റമർക്കല്ല ഫോൺ പോയത്, വേറൊരു കസ്റ്റമർക്ക് ഫോൺ പോയത്. സ്വിഗ്ഗി അങ്ങനത്തെ 12 മണിയാണ്. പക്ഷെ പെനാൽറ്റിന് വരുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്ന്. ഇത്രയുടെ ആപ്പാട് ഓടി 253 ഇതിന് പെനാൽറ്റി എത്ര വരുന്നൊരു പിടിയില്ല. മൊത്തം പെട്ട അവസ്ഥ ചെയ്തു. ഷോ കൊണ്ടു തെങ്ങ